കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് വിവാഹത്തിനായി ആലോചനകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതായി. അന്വേഷണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും മുസ്ലിം സമുദായ അംഗവുമായ ഒരു വ്യക്തിയുടെ കൂടെയാണ് പെൺകുട്ടിയുള്ളത് എന്ന് മനസ്സിലായി. മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടുവെങ്കിലും പ്രതികരണങ്ങളുണ്ടായില്ല. പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. അങ്ങനെ ഹൈക്കോടതിയിൽ ഹബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ഉടനെ തൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെറുപ്പക്കാരൻ്റെ ഒപ്പം പോയത് എന്നും തങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നും തന്നെ വിവാഹം ചെയ്തയാൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇറങ്ങി. പെൺകുട്ടിയുടെ വീഡിയോ പുറത്തിറങ്ങിയ ഉടനെ മകളെ എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തെത്തിക്കണമെന്നും തനിക്കും ഭാര്യയ്ക്കും മകളോട് സംസാരിക്കാനുള്ള അവസരമെങ്കിലും തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കരയുന്ന നിസ്സഹായനായ അപ്പൻ്റെ വീഡിയോയും പുറത്തിറങ്ങി. അപ്പൻ്റെ വീഡിയോ ഇറങ്ങിയതിന് പുറകെ പെൺകുട്ടിയുടെയും ചെറുപ്പക്കാരൻ്റെയും വിവാഹ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചു. ഹബിയസ് കോർപ്പസ് ഹർജി പ്രകാരം കോടതിയിലെത്തിയ പെൺകുട്ടി ചെറുപ്പക്കാരൻ്റെ ഒപ്പം പോകണമെന്നും അപ്പനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും കോടതിയിൽ ബോധിപ്പിച്ചു. കൂലിപ്പണി ചെയ്ത് നഴ്സിംഗ് പഠിപ്പിച്ച് വിദേശത്ത് ജോലിക്കയച്ച മകൾ കോടതിയിൽ വെച്ച് തന്നെ തള്ളിപ്പറഞ്ഞ് മറ്റൊരുവന്റെ തോളിൽ കൈയുമിട്ടിറങ്ങിപ്പോകുന്ന കാഴ്ച ആ അപ്പന് നോക്കി നിൽക്കേണ്ടി വന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രൈസ്തവ സമുദായത്തെ ചിന്തിപ്പിക്കാൻ ഉതകും വിധം കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത്. കോടഞ്ചേരിയിലെ ഈ വിവാദ വിവാഹം ഉയർത്തുന്ന സാമൂഹ്യ വിപത്തുകൾ എന്തെല്ലാമാണ് എന്ന് സത്യാന്വേഷി അന്വേഷിക്കുന്നു. ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വർത്തമാനകാല സാഹചര്യത്തിൽ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞും ആരോടും യാതൊന്നും വിശദീകരിക്കാതെയും തങ്ങൾക്കിഷ്ടപ്പെട്ടവരുടെ ഒപ്പം ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒളിച്ചോട്ടങ്ങളിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒളിച്ചോട്ടങ്ങൾ മുസ്ലിം മതസ്ഥരായ ചെറുപ്പക്കാരോടൊപ്പമുള്ള ഒളിച്ചോട്ടങ്ങളാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇത് മതേതരത്വത്തിനെതിരാവുകയില്ലേ എന്നതാണ് ചിലരുടെ സംശയം. പറയാതിരുന്നാൽ സമുദായാംഗങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം ഇല്ലാതെയാകുമോ? യഥാർത്ഥത്തിൽ സമുദായാംഗങ്ങൾ ഉള്ളിൽ ചർച്ച ചെയ്യുന്ന വസ്തുതകളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ആശങ്കകളായി പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. മുസ്ലിം യുവാക്കളോടൊപ്പം പോകുന്ന പെൺകുട്ടികളെ കുറിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾ ആശങ്കപ്പെടുന്നതിന് വ്യക്തമായ കാരണങ്ങൾ തന്നെയുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന 4 ഇന്ത്യൻ വനിതകളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരില്ല എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്. മലയാളികളായ സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവരെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് അഫ്ഗാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ വിധവകളാണവർ. IS ഭീകരനായിരുന്ന ബെക്സിൻ വിൻസെന്റ് എന്ന ഈസയുടെ ഭാര്യയാണ് നിമിഷ. ബെക്സിൻ വിൻസെന്റിന്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെന്റിന്റെ ഭാര്യയാണ് മറിയം എന്ന് പേര് മാറ്റിയ മെർലിൻ ജേക്കബ് പാലത്ത്. ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പുംതല സ്വദേശിയായ IS ഭീകരൻ അബ്ദുൾ റഷീദിനെ മെർലിൻ വിവാഹം കഴിച്ചു. പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു. റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാളാണ് മലയാളിയായ സോണിയ സെബാസ്റ്റ്യൻ. കൊല്ലപ്പെട്ട IS പ്രവർത്തകൻ ഇജാസ് പുരയിലിന്റെ ഭാര്യയാണ് റഹീല പുരയിൽ. അബ്ദുൾ റഷീദിനെ പ്രണയിച്ചു തുടങ്ങുമ്പോൾ അയാൾ ഒരു ഭീകരനാണ് എന്ന് പിന്നീട് ആയിഷയായി മാറിയ സോണിയ സെബാസ്റ്റ്യൻ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടാകുമോ? ഒരു ഭീകരനെ പ്രണയിക്കാൻ, ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് ഓടിക്കയറാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. പ്രണയത്തിന്റെ നാളുകളിൽ തീവ്രവാദം പറഞ്ഞു പഠിപ്പിച്ചല്ലേ അവളെ മതം മാറ്റി പിന്നീട് നാട് കടത്തുന്നത്. ഒരാളുടെ അനുഭവം മാത്രമേ നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനുള്ളൂ, അതിനെ സാമാന്യവൽക്കരിക്കരുത് എന്ന ന്യായീകരണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല. സോണിയ സെബാസ്റ്റ്യൻ ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഭീകരരുടെ എണ്ണം ഒന്നെടുത്തു നോക്കൂ. 1 അല്ല, 9 കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുടെ വേരുകളുണ്ട് എന്നും കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്നും കേരളത്തിൽ പലയിടങ്ങളിൽ അവർക്ക്
വേരുകളുണ്ട്. 120ഓളം പേർ IS-ൽ ചേരുകയോ ചേരാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും സുരക്ഷാ ഏജൻസികൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ചെയ്തു തുടങ്ങിയിരുന്നു. IS-ൽ ചേരാൻ വേണ്ടി 2016 മെയ് ജൂൺ മാസങ്ങളിൽ 2 ഡസനോളം ആളുകൾ കേരളം വിട്ടു എന്ന വാർത്തയും നമ്മൾ വായിച്ചതാണ്. കേരളത്തിൽ ഭീകരരുണ്ട്, ഭീകര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് ആവശ്യമുള്ളത്? തൊടുപുഴയിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിയ കേസിലെ പ്രതികൾ 13 പേരാണ്. കൈവെട്ടിയ 5 പേർ, ഗൂഢാലോചന നടത്തിയ 5 പേർ, തെളിവ് നശിപ്പിച്ച 3 പേർ. പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള സംഘടനകളിലെ പ്രവർത്തകരായിരുന്നു ഇവർ 13 പേരും. കേരളത്തിൽ തന്നെ ഭീകരപ്രവർത്തനം നടത്തിയ ഇതുപോലുള്ളവരും ഇവരെ പിന്തുണച്ചവരും അവർ കൊളിച്ചിരിക്കാൻ ഇടമൊരുക്കിയവരുമെല്ലാമായി ഒരു വലിയ സംഘം തന്നെ കേരളത്തിലുണ്ട് എന്നത് വ്യക്തമാണല്ലോ. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഭീകരതയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളോട് ബന്ധമുള്ള സംഘടനകൾ കേരളത്തിലും ഇന്ത്യയിലാകമാനവും ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലും കർണാടകത്തിലും ഭീകരപ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് എന്ന UN-ന്റെ റിപ്പോർട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും കൈവെട്ട് കേസിൽ ഭീകരർ ചെയ്തതിനെ തള്ളിപ്പറയാൻ ഒരു മുസ്ലിം സംഘടന പോലും തയ്യാറായിട്ടില്ല. ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് മുസ്ലിങ്ങൾ അടക്കമുള്ളവർ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടും ഭീകരതയ്ക്ക് തങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയും ആരും ഇതുവരെ നടത്തി കണ്ടിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമേതര സമുദായങ്ങളുടെ അടിസ്ഥാനപരമായ ആശങ്ക ഇതാണ്: ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ സോണിയയെ പോലെ മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടി പ്രണയിക്കുമ്പോൾ അയാൾ ഭീകര പ്രവർത്തകരുമായി ബന്ധമുള്ള മറ്റൊരു അബ്ദുൾ റഷീദ് അല്ല എന്നതിന് നിങ്ങൾക്ക് എന്തുറപ്പാണ് നൽകാനുള്ളത്? ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയ അനേകം ഭീകരരുടെ സുഹൃത്തുക്കളിൽ ഒരാളല്ല ഞങ്ങളുടെ പെൺകുട്ടി പ്രണയിക്കുന്ന ചെറുപ്പക്കാരൻ എന്നതിന് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? ജോസഫ് സാറിന്റെ കൈവെട്ടിയ ഭീകരരുമായി ബന്ധമുള്ള ചെറുപ്പക്കാരനല്ല എന്നതിന് എന്തുറപ്പാണുള്ളത്? ഇവർക്കൊക്കെ പരിശീലനം നൽകിയവർ, ഭീകരരെ വാർത്തെടുത്തവർ, അത്തരക്കാരുമായി ബന്ധമില്ലാത്തവരെയാണ് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിലെ പെൺകുട്ടികൾ പ്രണയിക്കുന്നത് എന്നതിന് നിങ്ങൾക്ക് എന്തുറപ്പ് നൽകാനുണ്ട്? ഭീകരതയെ തള്ളിപ്പറയാതെ, കൈവെട്ടിയവരെ തള്ളിപ്പറയാതെ, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയവരെ തള്ളിപ്പറയാതെ, അവർക്ക് പരിശീലനം നൽകിയ, അവരെ ബ്രെയിൻ വാഷ് ചെയ്ത മതപ്രഭാഷകരെ തള്ളിപ്പറയാതെ, നിശബ്ദമായി ഭീകരതയെ ന്യായീകരിക്കുന്ന അനേകം ചെറുപ്പക്കാരിൽ ഒരാളെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾ പ്രണയിക്കുന്നത് എങ്കിൽ നാളെ ആ പെൺകുട്ടികളെ സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഭീകരതയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് മേച്ചിൽപ്പുറങ്ങളിലോ കണ്ടുമുട്ടിയേക്കാമെന്ന കേരളത്തിലെ സമാധാനപ്രിയരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ആശങ്കയെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര വില കുറച്ച് കാണാൻ കഴിയുക? ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഈ സാഹചര്യത്തെ ലഘൂകരിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. കാരണം ഫോബിയ അടിസ്ഥാനമില്ലാത്ത ഭയമാണ്. എന്നാൽ പ്രണയ ജിഹാദിനെ കുറിച്ചും ഭീകര പ്രവർത്തകരെ കുറിച്ചും നിലനിൽക്കുന്നത് ചരിത്ര ബോധ്യങ്ങളുടെയും വർത്തമാനകാല അനുഭവങ്ങളുടെയും ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട ആശങ്കകളും ഭയവുമാണ്. അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന പെൺകുട്ടികളുടെയും ജോസഫ് മാഷിന്റെ കൈവെട്ടിയവർ ചിരിച്ചുകൊണ്ട് കോടതി വിധി കേൾക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ കൺമുൻപിൽ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഭീകരരെ ഭയപ്പെടാൻ ഓരോ കേരളീയനും അവകാശമുണ്ട്. ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയ ജിഹാദ് എന്ന പ്രതിഭാസത്തെ കേവലം പ്രണയാനന്തരമുള്ള മതപരിവർത്തനമായും സ്വേച്ഛയാ നടത്തിയ സത്യാന്വേഷണത്തിന്റെ അനന്തരഫലമായുമൊക്കെയാണ് തൽപര കക്ഷികൾ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലവ് ജിഹാദ് എന്ന പ്രണയ പ്രതിഭാസത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട്. ഒന്ന്, ലവ് ജിഹാദിൽ പ്രണയത്തിന്റെ ഉദ്ദേശം പ്രണയമേ അല്ല. വ്യാജ സ്തുതികളിലൂടെയും
സൂത്രപ്പണികളിലൂടെയും പെൺകുട്ടികളെ വലയിലാക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം തികച്ചും മതാത്മകമായ രാഷ്ട്രീയമാണ്. ഫീൽഡിൽ പണിയെടുക്കുന്നവർക്ക് ഇത് അത്രമേൽ ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിലും ആത്മാർത്ഥമായി തന്നെ അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രണയ കേസുകൾ ഉണ്ടാകുമ്പോൾ അവയിൽ മുൻകൈയെടുക്കുന്നവർ ഈ മേഖലയിൽ അതിവിദഗ്ധരും പരിചയസമ്പന്നരുമായിരിക്കും. 2. ലവ് ജിഹാദിൽ പ്രണയത്തിൽ അകപ്പെടുന്ന പെൺകുട്ടികൾ ഏതാനും നാളുകൾക്കുള്ളിൽ ഇസ്ലാമിക മതപരമായ കാര്യങ്ങളും അറബിയും ഒക്കെ പഠിക്കുന്നതും വേഷവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിപ്പറയാൻ തുടങ്ങുന്നതുമെല്ലാം തികച്ചും അസ്വാഭാവികമായ കാര്യങ്ങളാണ്. പ്രണയത്തിന്റെ ഭാഗമായി മതപരിശീലനം നൽകപ്പെടുന്നിടത്ത് തന്നെ ഇത്തരം ബന്ധങ്ങൾ സംശയാസ്പദമായി തീരുന്നുണ്ട്. 3. ലവ് ജിഹാദിലെ വശീകരണ തന്ത്രങ്ങളെ കുറിച്ചുള്ളതാണ്. ഇത്തരം ബന്ധങ്ങളിൽ കൈവിഷമടക്കമുള്ള ഇരുണ്ട വഴികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതിന് അനുഭവങ്ങളും തെളിവുകളും ധാരാളമായി ഇന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ മുതിരാതെ തന്നെ ഇത്തരം അനുഭവങ്ങൾക്ക് പിന്നിലെ വഞ്ചനാപരമായ മുതലെടുപ്പുകളെ ചൂണ്ടിക്കാണിക്കാനാണ് സത്യാന്വേഷി ആഗ്രഹിക്കുന്നത്. 4. ലവ് ജിഹാദ് കേസുകളിലെ ലൈംഗിക മുതലെടുപ്പുകളാണ്. പെൺകുട്ടികളെ സ്നേഹബന്ധത്തിൽ അകപ്പെടുത്തി ശാരീരികമായി ചൂഷണം ചെയ്യുന്ന നടപടികൾ വളരെ ഏറെയാണ്. സമീപകാലത്ത് ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുന്നവരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ് ഇത്. പ്രണയത്തിന് അത്ര കാലപ്പഴക്കമാകും മുൻപേ പെൺകുട്ടികളിൽ 90% ശാരീരികമായ ദുരുപയോഗങ്ങൾക്ക് ഇരയാകുന്നു എന്ന വസ്തുത അത്ര നിസ്സാരമല്ല. പ്രണയം ആത്മാർത്ഥവും സത്യസന്ധവുമാണ് എങ്കിൽ ആ വ്യക്തിയെ മാനിക്കാനും ആദരിക്കാനും അവരുടെ ജോലി പഠന മേഖലകളെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താതിരിക്കാനും ബന്ധപ്പെട്ടവർ ശ്രമിക്കാറുണ്ട്. എന്നാൽ ശാരീരിക ചൂഷണം ലവ് ജിഹാദിന്റെ ഒരു പ്രധാന ചെക്ക് പോയിന്റ് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 5. ലവ് ജിഹാദ് കേസുകളിലെ ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണികളുമാണ്. പ്രണയ നാടകത്തിന്റെ കൃത്യമായ ടൈം ലൈനിൽ നടത്തുന്ന ശാരീരിക ചൂഷണത്തിന്റെ ഡിജിറ്റൽ തെളിവുകളുമായി പെൺകുട്ടിയെയും ചിലപ്പോൾ അവളുടെ കുടുംബാംഗങ്ങളെ തന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങളും ഇത്തരം കേസുകളിൽ ലഭ്യമാണ്. നഗ്നതയും ഭയവും സൽപ്പേരും മനുഷ്യരുടെ വലിയ ബലഹീനതകളാണ്. അവയെ ആയുധമാക്കി നടത്തുന്ന ചൂഷണങ്ങളുടെ പേരുകൂടിയാണ് ലവ് ജിഹാദ് അഥവാ പ്രണയ ജിഹാദ്. 6ാമത്തെ ആശങ്ക കാണാതാകുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ളതാണ്. ലവ് ജിഹാദ് കേസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാതാകുന്ന പെൺകുട്ടികളുടെ എണ്ണവും ഞെട്ടിക്കുന്നതാണ്. ജസ്നയെ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഊഹാപോഹങ്ങളും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണാതായ പെൺകുട്ടികൾ പലരും പിന്നീട് കണ്ടെത്തപ്പെടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ക്യാമ്പുകളിലാണ്. ഇങ്ങനെ നിരവധി അനുഭവങ്ങളും പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകളും ദുരനുഭവങ്ങളെ തുടർന്നുള്ള പിൻവാങ്ങലുകളും മൊഴി ചൊല്ലലും വേർപിരിയലുകളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഗാർഹിക പീഡനങ്ങളും അങ്ങനെ എന്തെല്ലാം സംഭവിക്കാമോ അതെല്ലാം ലവ് ജിഹാദിന്റെ വഴിത്താരകളിൽ ഈ പെൺകുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. ഇവയെല്ലാം മറന്നുകൊണ്ട് ഓരോ ലവ് ജിഹാദ് പ്രണയവും അതിലകപ്പെടുന്ന പെൺകുട്ടിയുടെ സ്വേച്ഛയാ ഉള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് വാദിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. 18 വയസ്സാകുന്നതോടെ സിവിൽ നിയമപ്രകാരം ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നു എങ്കിലും അവരെല്ലാവരും ഈ ലോകത്തിന്റെ കാപഢ്യങ്ങളെ തിരിച്ചറിയാൻ പ്രാപ്തരായിട്ടുണ്ടാകണം എന്നില്ല. പ്രത്യേകിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളും അത്തരം തീവ്ര നിലപാടുകളുള്ളവരുടെ ലോക്കൽ സ്വാധീനങ്ങളും പ്രവർത്തന രീതികളും ചിലപ്പോൾ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് പോലും എല്ലാവർക്കും അറിയണമെന്നില്ല. ഇത്തരം ബഹുമുഖങ്ങളുള്ള നാടകത്തിന്റെ കൃത്യമായ ഇടവേളകളിലാണ് ലവ് ജിഹാദ് നടപ്പാക്കപ്പെടുന്നത്. അവിടെ മതം മാറ്റവും മറ്റും ഒരു നിയമത്താലും ന്യായീകരിക്കാവുന്ന വസ്തുതകളും അല്ല. കോടഞ്ചേരി സംഭവത്തിൽ ദീപിക ദിനപത്രം ഉയർത്തിയ ചോദ്യങ്ങളും ഏറെ പ്രസക്തമാണ്. അത് കേരള മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു. അതിൻ്റെ ഉള്ളടക്കവും ഏറെ ചിന്തനീയമാണ്. കോടഞ്ചേരി ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ വന്ന മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ്. ചില ചോദ്യങ്ങളുടെ രൂപത്തിൽ: ഷെജിൻ കാണിച്ചത് ശരിയായില്ല എന്നും
അങ്ങനെ ഒരു പ്രണയമുണ്ടെങ്കിൽ, അങ്ങനെ മിശ്രവിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിച്ച്, പാർട്ടിയുമായി ആലോചിച്ച്, പാർട്ടി സഖാക്കളുടെ നിർദ്ദേശം സ്വീകരിച്ച് തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്നുമാണ് CPM നേതാവ് ജോർജ് എം തോമസ് പറഞ്ഞത്. ഇത്തരമൊരു തീരുമാനമെടുക്കും മുൻപ് ഷെജിൻ അത് പാർട്ടിയോടും അടുത്ത സഖാക്കളോടും പറയണം. പക്ഷേ പെൺകുട്ടിയെ ഇത്രയും കാലം സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളോട് പെൺകുട്ടിയോ ആ യുവാവോ ഒന്നും പറയേണ്ടതുമില്ല. ഇതാണോ ന്യായം അല്ലെങ്കിൽ നീതി എന്ന് ദീപിക ചോദിക്കുകയാണ്. വിദേശത്ത് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഉദ്യോഗസ്ഥയായിട്ടല്ലല്ലോ ഈ പെൺകുട്ടി ജനിച്ചത്. അവളെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കാൻ അഹോരാത്രം വിയർപ്പൊഴുക്കിയത് മാതാപിതാക്കളല്ലേ? അവർക്ക് സ്വന്തം മകളോടൊന്ന് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ ദുരൂഹ സാഹചര്യത്തിൽ കൊണ്ടുപോകുന്നതാണോ മതേതരത്വം എന്നും ദീപിക ചോദിക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും ആകർഷിക്കാൻ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് മറ്റൊരു CPM നേതാവ് പറഞ്ഞ പാർട്ടി രേഖയെക്കുറിച്ചും ദീപിക പരാമർശിക്കുന്നുണ്ട്. പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാക്കിയ ഇത്തരമൊരു രേഖയെക്കുറിച്ച് 2021 സെപ്റ്റംബറിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയും ദീപിക ഓർത്തെടുക്കുന്നു. അങ്ങനെ ദീപിക CPMനെ വിമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കാര്യം ഉറപ്പാണ്, ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന CPMന് പോലും തീവ്രവാദികളുടെ നീക്കങ്ങളെക്കുറിച്ച് ഭയമുണ്ട്. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം, ഒരക്ഷരം പുറത്തു പറയരുത്. ഇതാണോ നയം? തീർച്ചയായും പാർട്ടി മറുപടി പറയേണ്ട ചോദ്യമാണ്, ആശങ്കയാണ് ദീപിക ഉയർത്തിയത്. ലവ് ജിഹാദ് തേയ്ച്ചാലും മായ്ച്ചാലും ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഭരണകൂടവും പോലീസും നിയമ സംവിധാനങ്ങളും ക്രമസമാധാന പാലനത്തിനു വേണ്ടി ആ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നവൻ സംഘിയാണ് എന്ന ആരോപണം ചിലരെ ഭയപ്പെടുത്തുന്നു പോലുമുണ്ട്. ചില അകൃത്യങ്ങളെ താങ്ങി നിർത്താൻ ഏത് ആരോപണത്തിൻ്റെയും കുന്തമുനകളെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. കാരണം എല്ലാം അധാർമികമാകുന്നിടത്ത് ദുരാരോപണങ്ങൾ മാത്രം എന്തിനാണ് ധാർമ്മികമാകുന്നത്? പക്ഷേ സാമുദായിക നേതൃത്വങ്ങൾക്ക്, സഭാ നേതൃത്വങ്ങൾക്ക് ഇത്തരം ഭയമുണ്ടാകരുത്. അവർ ഈ ദുഷ്കൃത്യങ്ങളും നീച നിലപാടുകളും കണ്ടില്ല എന്ന് നടിക്കരുത്. അനിഷ്ടം സമ്പാദിക്കാവുന്ന സത്യത്തെക്കുറിച്ച് കൗശലപൂർവം നിശബ്ദത പാലിക്കാമെന്നും കരുതരുത്. ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിക്കാൻ ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ള അവകാശത്തെ മാനിക്കുന്നതോടൊപ്പം തന്നെ വഞ്ചിച്ചും വ്യാജം പറഞ്ഞും കപടമായി പ്രണയിച്ചും നടത്തുന്ന മതം മാറ്റ ശ്രമങ്ങളെ നിരന്തരമായി എതിർത്തും വെളിച്ചത്ത് കൊണ്ടുവന്നും സംസാര വിഷയമാക്കി മാറ്റിയും അവർ മുന്നിൽ തന്നെ നടക്കണം. മുന്നിൽ നടക്കുന്നവർ മണ്ടന്മാരല്ല എന്നും അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കില്ല എന്നും അങ്ങനെ ലോകം അറിയട്ടെ. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.